ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 11 അധ്യായത്തിലെ 4 തിരുവചനം വായിക്കാം. വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അവർ പരസ്പരം പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഒരു ഗോപുരവും തീർത്ത് പ്രശസ്തി നിലനിർത്താം. പ്രൈസ് ദി ലോർഡ്. ആദ്യ ചരിത്രത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലാണ് ബാബേൽ ഗോപുരത്തിൻ്റെ കഥ വിവരിക്കപ്പെടുന്നത്. കിഴക്ക് നിന്ന് വന്നവർ ഷിനാറിൽ ഒരു സമതല പ്രദേശം കണ്ടെത്തി അവിടെ ഒരു നഗരവും നഗരമധ്യത്തിൽ ഉയർന്ന ഗോപുരവും നിർമ്മിച്ച് തങ്ങളുടെ പേരും പെരുമയും നിലനിർത്താൻ തീരുമാനിച്ചു. ഇന്നത്തെ ഇറാൻ, ഇറാഖ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന മെസൊപ്പൊട്ടേമിയയിലാണ് ഷീനാർ സമതലം. ബാബിലോണിൻ്റെ പര്യായമാണ് ഷീനാർ. ചുട്ടെടുത്ത ഇഷ്ടികയും കളിമണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ച ഗോപുരങ്ങളുടെ അവശിഷ്ടങ്ങൾ ഈ രാജ്യങ്ങളിൽ ഇന്നും ദൃശ്യമാണ്. മർദൂക്ക് ദേവന്റെ ബഹുമാനാർത്ഥം പണിയിക്കപ്പെട്ടിരുന്ന ഈ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ ഉയർത്തിയ ഗോപുരങ്ങൾ സിഗുറാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ബാബിലോൺ നഗരത്തിൽ 6 നിലകളായി തല ഉയർത്തി നിന്ന അമ്പരച്ചുംബിയായ സിഗുറാത്ത് ഇവയിൽ ഏറ്റവും വലുതും പ്രാധാന്യമേറിയതുമായിരുന്നു. ആകാശം മുട്ടി നിൽക്കുന്ന ഗോപുരമുകളിലേക്ക് ദൈവം ഇറങ്ങി വരും. പുരോഹിതൻ കയറി ചെല്ലും. അങ്ങനെ ഗോപുരമുകളിൽ ദൈവവും മനുഷ്യനും കണ്ടുമുട്ടും. ഇതായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഗോപുരത്തിൻ്റെ പണിയിന്മേലുണ്ടായുള്ള ഒരു സങ്കല്പം. അതായിരുന്നു ഇതുപോലൊരു ഗോപുരമാവാം ഗ്രന്ഥകാരൻ്റെ വിവരണത്തിൽ നമ്മൾ വായിച്ചത് കേട്ടത്. പ്രിയമുള്ളവരെ, അതോടൊപ്പം മറ്റൊന്നും കൂടിയുണ്ട്. ഭൂമിക്ക് മുകളിൽ വിരിച്ച കമാനത്തിന് മുകളിലായിട്ട് ദൈവത്തിൻ്റെ ഭവനമായ സ്വർഗം, ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുന്ന ഗോപുരം സ്വർഗത്തിൽ എത്തി നിൽക്കും എന്നുള്ള ചിന്ത അവരിൽ വന്നു. അപ്പോൾ ഗോപുരം പണിത മനുഷ്യനും സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവം തുല്യരാവും. മനുഷ്യന്റെ ചിന്തയാണ്, അന്നത്തെ മനുഷ്യന്റെ ചിന്തയിലുണ്ടായാണ്. ദൈവതുല്യനാകാൻ തനിക്ക് മുകളിൽ ആരുമില്ലെന്ന അത്യുന്നതനാകാൻ മനുഷ്യർ നടത്തുന്ന വ്യർത്ഥ ശ്രമമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ഗോപുര നിർമ്മാണത്തെ കാണുന്നത്. പർദീസായിൽ വെച്ചുണ്ടായ പ്രലോഭനത്തിൻ്റെ മറ്റൊരു പുതിയ പതിപ്പാണിത്, അല്ലെങ്കിൽ മറ്റൊരു പ്രലോഭനമാണിത്. കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. ഉൽപ്പത്തി ദിവസത്തിൽ 11 8 9 വരെ വായിച്ച് നമുക്ക് മനസ്സിലാകാൻ സാധിക്കും. കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അവരെ ഭൂമുഖത്തെല്ലാം ചിതറിച്ചു. അവർ പട്ടണം പണി ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ബാബേൽ എന്ന പേരുണ്ടായത്. അവിടെ വെച്ചാണ് കർത്താവ് ഭൂമിയിലെ ഭാഷ ഭിന്നിപ്പിച്ചു കളഞ്ഞു. അവർക്ക് പണിയാനായിട്ട് സാധിച്ചില്ല. കൂട്ടിക്കുഴയ്ക്കുക, കലർത്തുക, കുഴപ്പമുണ്ടാക്കുക എന്നിങ്ങനെയുള്ള അർത്ഥമുള്ള ബലാൽ എന്ന ഹീബ്രു മൂലമായി ബന്ധപ്പെട്ട വാക്കാണ്. അത് ലോപിച്ചാണ് ബാബേൽ എന്ന വാക്ക് പിന്നീട് ഉണ്ടാവുന്നത്. പിന്നീട് ബാബിലോണായി. ജെറൂസലം നശിപ്പിക്കപ്പെടുകയും ദേവാലയം ചുട്ടരിക്കുകയും ചെയ്ത ബാബിലോൺ പിന്നീട് അധർമ്മത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും പ്രതീകമായി തീർന്നു. ഇതെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിലെ ചരിത്രങ്ങളാണ്. കർത്താവിൻ്റെ ശിക്ഷാവിധി ഏറ്റുവാങ്ങാൻ കാത്തിരിക്കുന്ന മഹാനഗരം എന്ന് പറയപ്പെടുന്ന വെളിപ്പാടിലെ 18 അധ്യായത്തിൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. പ്രളയശേഷമുണ്ടായ പുതുസൃഷ്ടിയിലെ കുഴപ്പങ്ങൾ അവിടെ തുടങ്ങി. ദൈവത്തിന് പകരം അത്യുന്നതനാകാനുള്ള മനുഷ്യന്റെ ശ്രമമാണ് അതിന് കാരണം. അഹങ്കാരം നാശത്തിന് വഴിയൊരുക്കുന്നു. അവരെ കീഴടക്കി വലിയവനാകാൻ ശ്രമിക്കുന്നവർ ചിതറി തകരുന്നു. ബാബേൽ എന്നും ഒരു താക്കീതാണ് മനുഷ്യ മക്കൾക്ക്. ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ പണിത് വലുപ്പം കാണിക്കാൻ ശ്രമിക്കുന്നവർ മനുഷ്യനെ പരസ്പരം അടുപ്പിക്കുകയല്ല, തമ്മിലടിച്ച് ചിതറിക്കുകയാണ് ചെയ്യുക എന്നുള്ളത് ദൈവവചനത്തിൽ അടിസ്ഥാനമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. സ്വയം ഒറ്റപ്പെടുകയും അഹങ്കാരികൾക്ക് പരസ്പരം മനസ്സിലാക്കാനാവില്ല. ഒരേ ഭാഷയാണ് സംസാരിക്കുന്നെങ്കിലും ഹൃദയത്തിൽ നിന്ന് വരുന്ന സ്നേഹത്തിൻ്റെ ഭാഷയെ ഐക്യത്തിൽ നയിക്കൂ. ഭാഷയെല്ലാം ഒന്നായിരിക്കും, ലിപികൾ ഒന്നായിരിക്കും, പക്ഷേ കൂടെ താമസിച്ചാലും ഓരോ വ്യക്തിയുടെയും ഭാഷ മറ്റുള്ളവന് മനസ്സിലാവത്തില്ല. അത് ചിതറിച്ച് കളയും ദൈവം. കാരണം ഉദ്ദേശശുദ്ധിയെക്കുറിച്ചാണ് അവിടെ പറയപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ബാബേൽ ഗോപുരം ഒരു താക്കീതാണ് മനുഷ്യന്.
അവർ പരസ്പരം പറഞ്ഞു. എന്താ പറഞ്ഞേ? അവർ പറഞ്ഞു, നമുക്കൊരു പട്ടണവും ആകാശം മുട്ടുന്ന ഗോപുരവും പണിത് പ്രശസ്തി നിലനിർത്താം. ഒരു ഗോപുരം, വലിയ ഗോപുരമൊക്കെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നും മനുഷ്യരതല്ലേ ഏറ്റവും വലിയ വീടിന് വേണ്ടി ഒരുപാട് പൈസ ചെലവാക്കുന്നു. എന്തിനാ? പ്രശസ്തി നിലനിർത്താം. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. എവിടെയാണ് പ്രശസ്തിയുള്ളത്? അവൻ്റെ ഒരു മരണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അവൻ വിസ്മൃതിയിലേക്ക് അല്ലെങ്കിൽ വിസ്മൃതിയിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്യപ്പെടുന്നത്. ആരും ഇവിടെ ഒന്നും തന്നെയല്ല. എന്തെല്ലാം നേടിയാലും പറയുന്നില്ലേ, വചനത്തിൽ പറയുന്നില്ലേ, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവിനെ നിനക്കാൻ സാധിക്കുന്നില്ല. എന്താണ് പ്രയോജനം? അപ്പോൾ അത് മനസ്സിലാക്കുക. വചനത്തിൽ കൂടി ഉൽപ്പത്തി പുസ്തകത്തിലെ വചനത്തിൽ ബാബേൽ ഗോപുരത്തിൻ്റെ അവസ്ഥ നമുക്കുണ്ടാകരുത്. കാരണം അത് താക്കിയതാണ് ദൈവത്തിൻ്റെ. ആകാശം മുട്ടുന്ന ഗോപുരങ്ങൾ പണിത് വലിപ്പം കാണിക്കാൻ ശ്രമിക്കുന്നവർ മനുഷ്യനെ പരസ്പരം അടുപ്പിക്കുകയല്ല ചെയ്യുന്നത്, തമ്മിലടിച്ച് ചിതറിക്കുകയാണ്. വചനം അതാണ് പറയുന്നത്. അഹങ്കാരികൾക്ക് പരസ്പരം മനസ്സിലാക്കാനാവില്ല. പരസ്പരം ഒരേ ഭാഷയാണ് നമ്മൾ സംസാരിച്ചാലും, ഒരേ ലിപികൾ നമ്മൾ എഴുതിയാലും, നമ്മൾ ഉദ്ദേശിക്കുന്ന അവരെന്നെ മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവത്തിൻ്റെ സ്വാധീനം വേണം. ദൈവം ചിന്തിക്കണം. മനുഷ്യനെ മനസ്സിലാവണമെങ്കിൽ ദൈവം ഇറങ്ങി വരണം. ദൈവം നമ്മളിലേക്ക് കടന്നു വരണം. എന്നാൽ മാത്രമേ നമ്മൾ പറയുന്നത് പോലും അവരെന്നെ മനസ്സിലാവുകയുള്ളൂ. കാരണം അതങ്ങനെയാണ്. ദൈവത്തെ മറന്ന് ദൈവത്തിനോട് തുല്യനാകാൻ എവിടെയെല്ലാം മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പരാജയം മനുഷ്യനെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ എവിടെ നോക്കിയാലും ഇത് തന്നെയാണ് വായിച്ചത്. ജോബിൻ്റെ പുസ്തകത്തിൽ നോക്കിയാലും എവിടെ ഏതെല്ലാം പുസ്തകങ്ങൾ നോക്കിയാലും അതെല്ലാം നമുക്ക്. അതുകൊണ്ട് നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ, ഞങ്ങളെ തന്നെ ശൂന്യവൽക്കരിക്കുന്നു. ഞങ്ങളുടെ അഹങ്കാരങ്ങളെ മാറ്റി ദൈവമേ, അത്യുന്നതനായ അങ്ങയുടെ മുമ്പിൽ ഞങ്ങളൊന്നും തന്നെയില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പണിയുന്ന ഗോപുരങ്ങൾ, ഞങ്ങൾ അഹങ്കാരത്തിൻ്റെത് ഗോപുരങ്ങൾ പണിയുമ്പോൾ അതിനെ ഇടിച്ചു തകർത്തുകൊണ്ട് കർത്താവേ നിന്റെ സ്നേഹം ഒഴുക്കണമേ. അവിടെ മാത്രമേ ഞങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഒന്നും തന്നെയല്ല. ഞങ്ങളുടെ ജീവിതം അങ്ങ് തന്ന ദാനമാണെന്ന് മനസ്സിലാക്കി തരുവാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപാകടാക്ഷം ഞങ്ങൾ ഓരോരുത്തരിലേക്കും നൽകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.